PSC റാങ്കറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് WCPOൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യാണ്. അപ്പോൾ ഇത് WCPOൻ്റെ പരീക്ഷ വരാൻ പോവാണല്ലോ. അപ്പോൾ നിങ്ങൾക്കതൊരു പരീക്ഷ എഴുതുന്നവർക്ക് അതൊരു മോഡലായി തീരും. അപ്പോൾ ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക അറിയാൻ പറ്റും. നിങ്ങളപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരങ്ങളൊക്കെ ഒന്ന് പഠിക്കുക. അപ്പോൾ ആ മോഡൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്കിനി ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം: താഴെ തന്നിരിക്കുന്ന സംഭവങ്ങളെ അവ നടന്ന ക്രമത്തിൽ രേഖപ്പെടുത്തിയ ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതുക. അപ്പോൾ ഇവിടെ 4 സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. അതിൽ ആദ്യം നടന്നത് പൂക്കോട്ടൂർ യുദ്ധമാണ്, പിന്നെ രണ്ടാമത് നിവർത്തന പ്രക്ഷോഭം, പിന്നെ മൂന്നാമത് നടന്നത് കയ്യൂർ സമരമാണ്, നാലാമത് പുന്നപ്ര വയലാർ സമരം. അപ്പോൾ അതിൻ്റെ ശരിയായിട്ടുള്ള ഓർഡർ A ആണ് ഉത്തരമായിട്ട് വരിക. ഇനി രണ്ടാമത്തെ: അസംഗാർ പ്രഖ്യാപനം ഏത് കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അത് ശിപായി ലഹളയാണ്, C ആണ്. മൂന്നാമത്തെ: താഴെ തന്നിരിക്കുന്ന മുദ്രാവാക്യങ്ങളിൽ സുഭാഷ് ചന്ദ്രബോസുമായി ബന്ധപ്പെട്ടത് എടുത്തെഴുതുക. അപ്പോൾ അത് C ആണ്. എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകാം. ഇനി 4: റഷ്യയിൽ കൂട്ടുകൃഷി സമ്പ്രദായത്തെ എതിർത്ത സമ്പന്നരായ ഭൂവുടമ വർഗം ഏതു പേരിൽ അറിയപ്പെട്ടിരുന്നു? അത് C ആണ്, കുലാക്കുകൾ എന്ന പേരിലാണ്. 5: താഴെ തന്നിരിക്കുന്നവയിൽ റഷ്യൻ വിപ്ലവവുമായി ബന്ധമില്ലാത്തത് ഏത്? അത് C ആണ്, ബാസ്റ്റൈൽ ജയിലിൻ്റെ പതനം. ഇനി 6: 2023 നാറ്റോയിൽ അംഗത്വം നേടിയ രാജ്യം ഏത്? അത് ഫിൻലൻഡാണ്, A ആണ് ഉത്തരം. 7: ഇന്ത്യയിലൊരു പ്രധാന ഹിൽ സ്റ്റേഷനായ മൗണ്ട് അബു സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാനിൽ തന്നെയാണ്, A ആണ്. 8: ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ലാർജ് സ്കെയിൽ മാപ്പ് ഏതാണ്? അത് കഡസ്ട്രൽ ഭൂപടം, C ആണ്. ഇനി 9: പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും സന്ധിക്കുന്ന പ്രദേശം നീലഗിരി, B ആണ് ഉത്തരം. 10: ട്രോപ്പോസ്ഫിയറിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം ഏത്? അത് നൈട്രജൻ ആണ്, D ആണ്. 11: പാൻജിയ എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ചയാൾ ആൽഫ്രഡ് വെഗ്നർ, D ആണ്. 12: ഉത്തരായന രേഖ 23.5 ഡിഗ്രി നോർത്ത് കടന്നു പോകാത്ത രാജ്യം ഏത്? അത് ന്യൂസിലൻഡാണ് ഈ തന്നിരിക്കുന്നതിൽ, അപ്പോൾ D ആണ്. ഇനി 13: റാബി വിളകൾ വിളവെടുക്കുന്ന സമയം ഏപ്രിൽ മുതൽ മെയ് വരെയാണ്, C ആണ്. 14: മധ്യപ്രദേശിലെ പന്ന ഖനികൾ എന്തിൻ്റെ ഉൽപ്പാദനത്തിനാണ് പ്രസിദ്ധം? അത് വജ്രത്തിൻ്റെയാണ്, അപ്പോൾ B ആണ്. 15: സർപ്പതി സോറോണ എന്ന ഗോതമ്പിനം വികസിപ്പിച്ച കൃഷി ശാസ്ത്രജ്ഞൻ? അത് ഡോക്ടർ MS സ്വാമിനാഥൻ ആണ്, B ആണ്. ഇനി 16: നീതി ആയോഗിൻ്റെ ആസ്ഥാനം? അത് ന്യൂഡൽഹിയാണ്, A ആണ്. 17: പുകയില ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിൻ്റെ ഏക ജില്ല? അത് കാസർഗോഡാണ്, C ആണ്. 18: 2023 ലോക ബാങ്കിൻ്റെ ലോജിസ്റ്റിക് പെർഫോമൻസ് സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 38-ാമത്തെയാണ്, B ആണ് ഉത്തരം. 19: ജവഹർലാൽ നെഹ്റു മുന്നോട്ട് വച്ച ലക്ഷ്യപ്രമേയത്തെ തെറ്റ്, നിയമവിരുദ്ധം, അപക്വമായത്, ദാരുണമായത്, അപകടകരം എന്നൊക്കെ വിശേഷിപ്പിച്ച ഭരണഘടനാ നിർമ്മാണ സഭാംഗം ആരായിരുന്നു? അത് മുകുന്ദ് രാംറാവു ജയകർ, A ആണ്. ഇനി 20: ചേരുംപടി ചേർക്കുക. ഇവിടെ A കോളവും B കോളവും ഉണ്ട്. അപ്പോൾ അതിൽ ഒന്നാമത്തെ ഫസൽ അലി കമ്മീഷന് 1953 ഡിസംബറാണ്, D ആണ്. രണ്ടാമത്തെ ഭാഷയുടെ അടിസ്ഥാനത്തിലുള്ള ആദ്യ സംസ്ഥാന രൂപീകരണം 1953 ഒക്ടോബറിലാണ്, അപ്പോൾ C ആണ്. 3: ഛത്തീസ്ഗഡ് രൂപീകരണം 2000 നവംബറിൽ, B ആണ്. 4: ഗോവ സംസ്ഥാന രൂപീകരണം 1987 മെയ്യിലാണ്, അപ്പോൾ ഇത് ആൻസർ B ആണ് വരിക. 21: താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവനകൾ ഏവ? അപ്പോൾ 4 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. അതിൽ 2ഉം 4ഉം ആണ് ശരി. അതായത് ഇന്ത്യൻ ഭരണഘടന ആദ്യമായി ഭേദഗതി ചെയ്തത് 1951 പിന്നെ ഇന്ത്യൻ ഭരണഘടനയിൽ അവസാനമായി പാസാക്കിയ ഭേദഗതിയിൽ ഒപ്പുവെച്ചത് റാംനാഥ് കോവിന്ദ് ആണ്, അപ്പോൾ A ആണ് ആൻസർ. 22: ഇന്ത്യൻ ഭരണഘടനാ വകുപ്പുകൾ ചേരുംപടി ചേർക്കുക. അപ്പോൾ A കോളവും B കോളവും തന്നിട്ടുണ്ട്. അതിൽ നിയമപരമായ അവകാശമാണ് സ്വത്തവകാശം, അത് 300A വകുപ്പാണ്, B ആണ്. 2: ഭരണഘടനാ ഭേദഗതി
368 വകുപ്പ് സി ആണ്. 3 അവശിഷ്ടാധികാരങ്ങൾ, അത് 248 വകുപ്പ് ഡി ആണ്. ഇനി 4 ഏകീകൃത സിവിൽ കോഡ്, അത് 44 വകുപ്പ് എ ആണ്. അപ്പോൾ ഇതെല്ലാം അനുസരിച്ചിട്ടുള്ളത് എ ആണ് ഉത്തരം. ഇനി 23 താഴെ തന്നിരിക്കുന്ന വിഷയങ്ങളിൽ നിന്നും കൺകറന്റ് ലിസ്റ്റിൽപ്പെട്ടവ കണ്ടെത്തുക. അത് ഈ 8 വസ്തുതകൾ തന്നിട്ടുണ്ട്. അതിൽ കൺകറന്റ് ലിസ്റ്റിൽ പെടുന്നത് ഇവിടെ തന്നിട്ടുള്ളതിൽ വിവാഹമോചനം പെടും, വനം പെടും, കുടുംബാസൂത്രണം പെടും. അപ്പോൾ സി ആണ് ആൻസർ വരിക. ഇനി 24 പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവ. അത് ഒന്നാമത്തെ ശരിയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ അംഗീകാരം നൽകണമെന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് PK തുങ്കൻ കമ്മിറ്റി. പിന്നെ രണ്ടാമത്തെ EMS നമ്പൂതിരിപ്പാട് അശോക് മേത്ത കമ്മിറ്റിയിലെ അംഗമായിരുന്നു. പിന്നെ നാലാമത്തെ ഇന്ത്യയിൽ ആദ്യമായി പഞ്ചായത്തി രാജ് സംവിധാനം നിലവിൽ വന്നത് 1959 ഒക്ടോബർ 2 രാജസ്ഥാനിലാണ്. ഇതൊക്കെ ഇതിലത്തെ ഈ പോയിന്റുകളൊക്കെ ഈ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഇത് നിങ്ങൾ പഠിക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വേറെയും പല രീതിയിൽ ചോദിക്കാറുണ്ട്. അപ്പോൾ ഡി ആണ് ഇതിൻ്റെ ഉത്തരം. 25 ഇന്ത്യൻ പ്രധാനമന്ത്രിമാരെ കാലക്രമത്തിൽ ക്രമപ്പെടുത്തുക. ഇവിടെ 6 പേര് തന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും ആദ്യത്തെ ലാൽ ബഹദൂർ ശാസ്ത്രിയാണ്. പിന്നെ രണ്ടാമത് വരുന്നത് ഇന്ദിരാഗാന്ധിയാണ്. പിന്നെ ഉള്ളത് രാജീവ് ഗാന്ധിയാണ്. പിന്നെ വിശ്വനാഥ് പ്രതാപ് സിംഗ് ആണ്. പിന്നെ PV നരസിംഹ റാവു ആണ്. പിന്നെ അടൽ ബിഹാരി വാജ്പേയി നാലാമത്തെ. അപ്പോൾ ഡി ആണ് ഈ ശരിയായിട്ടുള്ള ക്രമം. ഇനി 26 ഇന്ത്യയുടെ 10ാമത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിരുന്ന തിരുനെല്ലായി നാരായണ അയ്യർ ശേഷൻ അന്തരിച്ചത് എന്ന്. അദ്ദേഹം 2019 നവംബർ 10 അപ്പോൾ ബി ആണ് ആൻസർ. 27 താഴെ തന്നിരിക്കുന്നവരിൽ കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി ആയിട്ടില്ലാത്തത് ആര്. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളതിൽ വിദ്യാഭ്യാസ മന്ത്രി അല്ലാത്തത് സി അച്യുതമേനോൻ തന്നെയാണ് നാലാമത്തെ. അതായത് ഉത്തരം ബി ആണ്. ഇനി 28 വിധവാ പുനർവിവാഹം പ്രോത്സാഹിപ്പിക്കുന്നതിനായി വിധവകൾ അല്ലെങ്കിൽ വിവാഹമോചിതർ എന്നിവർക്ക് പുനർവിവാഹത്തിന് സാമ്പത്തിക സഹായം നൽകുന്ന കേരള സർക്കാർ പദ്ധതി മംഗല്യം പദ്ധതി എന്നറിയപ്പെടും. സി ആണ്. 29 താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏത്. അപ്പോൾ ഇവിടെ 4 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. അതിൽ 1978 കേരള ചുമട്ട് തൊഴിലാളി നിയമം നിലവിൽ വന്നത് ശരിയാണ്. കേരള ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡ് സ്ഥാപിതമായത് 1957 അത് ശരിയാണ്. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് സ്ഥാപിതമായത് 1960 എന്നുള്ളതാണ് തെറ്റായിട്ടുള്ളത്. അപ്പോൾ സി ആണ് തെറ്റായിട്ടുള്ളത്. 1984 കേരള വാട്ടർ അതോറിറ്റി രൂപീകരിച്ചു, അതും ശരിയാണ്. അപ്പോൾ സി ആണ് തെറ്റായിട്ടുള്ളത്. ഇനി 30 ഇന്ത്യൻ ഭരണഘടനയുടെ 370 വകുപ്പ് റദ്ദാക്കുകയും ഒരു പുനഃസംഘടനാ നിയമം പാസാക്കി ജമ്മു കാശ്മീർ, ലഡാക്ക് എന്നീ 2 കേന്ദ്രഭരണ പ്രദേശങ്ങൾ പ്രാബല്യത്തിൽ വന്നത് എന്ന്. അത് 2019 ഒക്ടോബറിലാണ്. എ തന്നെയാണ്. ഇനി 31 ഒരു ഭൂമി, ഒരു കുടുംബം, ഒരു ഭാവി എന്ന മുദ്രാവാക്യം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അത് G20 ഉച്ചകോടി എ ആണ്. 32 മനുഷ്യ ഹൃദയത്തിലെ ഏതു അറയുടെ ഭിത്തിക്കാണ് ഏറ്റവും കൂടുതൽ കട്ടിയുള്ളത്. അത് ഇടത് വെൻട്രിക്കിളാണ്. ഡി ആണ്. 33 ജീവകം B6 രാസനാമം പിരിഡോക്സിൻ എ ആണ്. 34 പ്രമേഹത്തിൻ്റെ ഏതു വകഭേദത്തെയാണ് ജീവിതശൈലി രോഗമായി കണക്കാക്കുന്നത്. അത് ടൈപ്പ് 2 പ്രമേഹം സി. 35 ഫംഗസ് മുഖേന മനുഷ്യരിൽ ഉണ്ടാകുന്ന ഒരു രോഗം. ഇവിടെ തന്നിട്ടുള്ളതിൽ റിംഗ്വേമാണ്. ബി ആണ്. ഇനി 36ാമത്തെ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തതാണ്. 37 മനുഷ്യൻ്റെ ആരോഗ്യത്തോടൊപ്പം മൃഗങ്ങളുടെയും പരിസ്ഥിതിയുടെയും ആരോഗ്യം നിലനിർത്തി രോഗപ്രതിരോധം കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരോഗ്യ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി വൺ ഹെൽത്ത് ബി ആണ്. 38 ഭൂമിയുടെ കേന്ദ്രഭാഗത്ത് ഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണത്തിൻ്റെ മൂല്യം എത്രയാണ്. അത് 0 തന്നെയാണ്. കാരണം നമ്മൾ ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് ഉള്ളിലേക്ക് പോകുന്തോറും ഗുരുത്വാകർഷണം കുറഞ്ഞു വന്ന് അതിൻ്റെ കേന്ദ്രത്തിലെത്തുമ്പോൾ 0 മാറും.
ഇനി 39, 2 കിലോഗ്രാം ഭാരമുള്ള ഒരു വസ്തുവിനെ 2 മീറ്റർ ഉയരത്തിൽ എത്തിക്കാൻ ആവശ്യമായ പ്രവൃത്തിയുടെ അളവ്. അപ്പോൾ പ്രവൃത്തി അല്ലെങ്കിൽ വർക്ക് കാണാൻ W = ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അപ്പോൾ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ F വസ്തുവിന് ഉയർത്തുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഫോഴ്സ് എന്ന് പറയുന്നത് MA ആണ്. പക്ഷേ ഇവിടെ മുകളിലേക്ക് പൊക്കണോണ്ട് അവിടുത്തെ ത്വരണം എന്ന് പറയുന്നത് ഗ്രാവിറ്റിയാണ്. അപ്പോൾ mg. അപ്പോൾ 2 കിലോഗ്രാം ഇൻറ്റു 9.8 ഇൻറ്റു S. ഇവിടെ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് ഹൈറ്റ് ഉയർത്തുകയാണ്. അപ്പോൾ H ആണ്. അപ്പോൾ mg H ആണ് ഇവിടെ വരുന്ന പ്രവൃത്തി. അതായത് 2 കിലോഗ്രാം ഇൻറ്റു 9.8 ത്വരണം ഇൻറ്റു ഉയരം 2 മീറ്റർ. അപ്പോൾ ഇതെല്ലാം കൂടെ ഗുണിക്കുമ്പോൾ 39.2. അപ്പോൾ വസ്തുക്കളെ ഉയർത്തുക എന്ന് പറയുമ്പോൾ അവിടെ ചെയ്യുന്ന വർക്ക് അല്ലെങ്കിൽ പ്രവൃത്തി എന്ന് പറയുന്നത് mgh എന്നുള്ള ഫോർമുല ഉപയോഗിച്ചിട്ടാണ് ചെയ്യേണ്ടത്. ഇനി 40, മരീചിക ഏത് പ്രതിഭാസം മൂലമാണ് ഉണ്ടാകുന്നത്? അത് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ അല്ലെങ്കിൽ പൂർണ്ണ ആന്തരിക പ്രതിഫലനാണ്. B ആണ് ഉത്തരം. ഇനി 41, റാണി രാംപാൽ ഏത് കായിക മേഖലയുമായി ബന്ധപ്പെട്ടാണ് പ്രവർത്തിക്കുന്നത്? ഹോക്കിയാണ് B. 42, വാതകങ്ങളുടെ മർദ്ദവും താപനിലയും തമ്മിലുള്ള ബന്ധം പ്രസ്താവിക്കുന്ന നിയമം ഗേ-ലുസാക്ക് നിയമം C ആണ്. ഇനി 43, 3d10 4s1 എന്ന ബാഹ്യതമ ഇലക്ട്രോൺ വിന്യാസമുള്ള മൂലകം D ബ്ലോക്കിലാണ് ഉണ്ടാവുക. അപ്പോൾ C. 44, മനുഷ്യ ഉമിനീരിൻ്റെ pH മൂല്യം 6.4 ആണ്. A ആണ്. 45, 2022 രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച ശാസ്ത്രജ്ഞൻ ഇവരിൽ ആരാണ്? അത് കരോളിൻ R ബർട്ടോസി B. 46, കഴിഞ്ഞ കാലം ആരുടെ ആത്മകഥയാണ്? അത് C KP കേശവമേനോൻ. 47, കൊല്ലവർഷം ആരംഭിച്ചത് എന്ന്? അത് AD 825 ആഗസ്റ്റ് 15 B ആണ് ഉത്തരം. 48, നീലംപേരൂർ പടയണി ആഘോഷിച്ചു വരുന്ന ജില്ല? ആലപ്പുഴ C ആണ്. 49, ഭാരതരത്നം ലഭിക്കുന്ന ആദ്യ കായിക താരം? സച്ചിൻ ടെണ്ടുൽക്കർ B. 50, 2023 സ്വാതി തിരുനാൾ സംഗീത പുരസ്കാര ജേതാവ് ആര്? അത് C P ജയചന്ദ്രൻ. ഇനി 51 മുതൽ മാത്സ് ആണ്. ഒരു തൊഴിൽ സ്ഥാപനത്തിലെ പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും എണ്ണം 6:5 എന്ന അംശബന്ധത്തിലാണ്. അതിൽ 1/10 സ്ത്രീകൾ പിരിഞ്ഞു പോയാൽ ഇപ്പോഴത്തെ അംശബന്ധം എത്ര? അപ്പോൾ നിങ്ങളിത് ചെയ്യാൻ എളുപ്പത്തിന് 6:5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60:50 എന്ന് എടുക്കുക. അതിൽ 50 സ്ത്രീകൾ വരും. അപ്പോൾ അതിൽ 1/10 പിരിഞ്ഞു പോകാന്ന് പറയുമ്പോൾ 50 × 1/10 എന്ന് പറയുമ്പോൾ 50 × 1/10, അതായത് 5 പേര് വരും. അപ്പോൾ പുതിയ അംശബന്ധം 60:50 5 50ൻ്റെ 1/10 എന്ന് പറയുമ്പോൾ 5 ആണ്. അപ്പോൾ 50 × 5 പോയാൽ 45. അപ്പോൾ 60:45. അപ്പോൾ രണ്ടിലും 15 വെട്ടിപ്പോവും. 15 × 4 ആണ് 60, 15 × 3 ആണ് 45. അപ്പോൾ 4:3 B ആണ് ഉത്തരം വരിക. ഇനി 52, ഒരു മണിക്കൂറിൽ 41.2/3 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു കാർ 4.5 മണിക്കൂർ കൊണ്ട് എത്ര ദൂരം സഞ്ചരിക്കും? അപ്പോൾ ഇവിടെ ദൂരം അല്ലെങ്കിൽ ഡിസ്റ്റൻസ് കാണാനുള്ള ഫോർമുല സ്പീഡ് ഇൻറ്റു ടൈമാണ്. അപ്പോൾ സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 41.2/3, അതിനെ നിങ്ങൾ വിഷമഭിന്നാക്കണം. ഇൻറ്റു ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4.5, അപ്പോൾ അതിനെയും വിഷമഭിന്നാക്കണം. 4 × 1/2. അപ്പോൾ അത് രണ്ടും കൂടെ ഗുണിച്ച് കഴിഞ്ഞാൽ 187.5 കിലോമീറ്റർ കിട്ടും. കിലോമീറ്ററിനെ മീറ്റർ ആക്കാൻ ഇൻറ്റു 1000 ചെയ്യുക. അപ്പോൾ 1,87,500 മീറ്റർ C കിട്ടും. 53, ഒരു വസ്തുവിൻ്റെ വില 20% കുറച്ച് 200 രൂപയായി. പിന്നീട് അത് 150 രൂപയ്ക്ക് വിറ്റു. ആകെ വന്ന നഷ്ടശതമാനം എത്ര? അപ്പോൾ നമ്മളിവിടെ 53ാമത്തെ ചോദ്യത്തിന് 200 രൂപ ആവണമെങ്കിൽ, വില കുറച്ചിട്ട് 200 രൂപ ആക്കണമെങ്കിൽ, അപ്പോൾ സിമ്പിളായിട്ട് മനക്കണക്കായിട്ട് നമ്മൾ 20% കുറയ്ക്കാന്ന് പറയുമ്പോൾ അത് അപ്പോൾ എത്ര രൂപയായിരിക്കും? അപ്പോൾ 250 രൂപയുടെ 20% കണ്ടാൽ അത് 50 രൂപ വരും. അപ്പോൾ 250 ന്ന് 20%, അതായത് 50 രൂപ കുറച്ചാൽ 200 രൂപയായി. അപ്പോൾ നമ്മൾ വാങ്ങിയ വില 250 രൂപയാണ്. പിന്നെ അത് വിറ്റത് 150 രൂപയ്ക്ക്. അപ്പോൾ 150 രൂപയ്ക്ക് വിറ്റു എന്ന് പറയുമ്പോൾ 100 രൂപ നഷ്ടം. ഇനി നഷ്ടശതമാനം കാണണമെങ്കിൽ നഷ്ടം ബൈ വാങ്ങിയ വില ഇൻറ്റു 100. അപ്പോൾ നഷ്ടം 100 രൂപയല്ലേ? അപ്പോൾ 100/250 × 100. അപ്പോൾ നമുക്ക് ചെയ്യുമ്പോൾ 40% കിട്ടും.
ഇനി 54 വിട്ടുപോയ സംഖ്യ ഏത്? 10, 43, 175 ഡാഷ് 2815. അപ്പോൾ ഇവിടെ ഒരു ക്രമം ഉള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ 10 എങ്ങനെ 43 ആവാന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. അപ്പോൾ 10 × 4 40 പ്ലസ് 3 43. പിന്നെ അതേ ക്രമം തന്നെയാണ് അടുത്ത് നോക്കുക. അപ്പോൾ 43 × 4 പ്ലസ് 3 175 കിട്ടും. അപ്പോൾ 175 × 4 പ്ലസ് 3 ചെയ്താൽ 703 കിട്ടും. അപ്പോൾ ഡി ആണ് ഉത്തരം. ഇനി 55 ഒരു കുപ്പിയിൽ 0.9 ലിറ്റർ വെള്ളമുണ്ട്. 0.15 ലിറ്റർ കൊള്ളുന്ന എത്ര ഗ്ലാസുകൾ ഇതുകൊണ്ട് നിറയ്ക്കാം? അപ്പോൾ 0.9/0.15. അപ്പോൾ അത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ 6 കുപ്പിയിൽ നിന്ന് കിട്ടും. ബി ആണ് ഉത്തരം 55-ാമത്തേന്. 56 ഒരു കുടുംബത്തിലെ 5 കുട്ടികൾ തമ്മിൽ 3 വയസ്സ് വ്യത്യാസമാണുള്ളത്. എല്ലാവരുടെയും വയസ്സുകളുടെ തുക 50 ആണ്. എങ്കിൽ ഇളയ കുട്ടിയുടെ വയസ്സ് എത്ര? അപ്പോൾ ഇത് നമുക്കൊരു AP അതായത് സമാന്തര ശ്രേണിയായിട്ട് എടുക്കാം. അപ്പോൾ തുക തന്നിട്ടുണ്ട്. അപ്പോൾ തുക കാണാനുള്ള ഫോർമുല S = n/2 × 2a + n-1 × d ആണ്. അപ്പോൾ ആ 2a എന്നുള്ളത് a ആണ് ആദ്യത്തെ പദം, അതായത് ആദ്യത്തെ കുട്ടിയുടെ വയസ്സ്, ഏറ്റവും ചെറിയ കുട്ടിയുടെ വയസ്സ് a എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് 50 n എന്ന് പറഞ്ഞാൽ 5 കുട്ടികളാണ്. അപ്പോൾ 5/2 × 2a + 5 - 1 × d എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവ്യത്യാസം, അതായത് ഇവർ തമ്മിലുള്ള വയസ്സിൻ്റെ വ്യത്യാസം 3 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ d എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3. ഇനി അത് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 4 കിട്ടും. a ആണ് ഉത്തരം വരിക. ഇനി 57 6 മിനിറ്റ് കൊണ്ട് ഒരു ടാങ്കിൻ്റെ 3/5 ഭാഗം നിറഞ്ഞു. ഇനി നിറയാൻ എത്ര മിനിറ്റ് വേണം? 6 മിനിറ്റ് കൊണ്ട് ഒരു ടാങ്കിൻ്റെ 3/5 ഭാഗം നിറഞ്ഞു. അപ്പോൾ നമുക്ക് 6:3 ചെയ്യാൻ എളുപ്പത്തിന് പറയാം. 6:3/5. ഇനി നിറയാൻ എത്ര മിനിറ്റ് വേണമെന്നാണ് ചോദിച്ചത്. അപ്പോൾ 6 മിനിറ്റ് കൊണ്ട് 3/5. അപ്പോൾ 6:3/5 എടുത്തു. ഇനി താഴെ എത്ര മിനിറ്റ് വേണം? അപ്പോൾ അറിയില്ല. അപ്പോൾ ഇനി നിറയാൻ എത്ര ഭാഗമുണ്ട്? 2/5. 3/5 ആണ് നിറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ബാക്കി നിറയാൻ മൊത്തം എത്ര? 5/5 ആയിട്ട് എടുക്കുക. അപ്പോൾ ഇനി നിറയാൻ 2/5. അപ്പോൾ x:2/5. ഇനി അത് നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് 6 × 2/5 = x × 3/5. അപ്പോൾ നമ്മളത് ചെയ്ത് വരുമ്പോൾ നമുക്ക് 4 മിനിറ്റ് എന്ന് കിട്ടും. അപ്പോൾ ഡി ആണ്. ഇനി 58 ഫ്ലാറ്റർ എന്ന വാക്കിനെ 7238859 എന്നും മദർ എന്ന വാക്കിനെ 468159 എന്ന കോഡും ചെയ്യാമെങ്കിൽ മാമോത്ത് എന്ന വാക്കിൻ്റെ കോഡ് എങ്ങനെയാണ്? അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ മാമോത്ത് എന്നുള്ള വാക്കിൻ്റെ കോഡല്ലേ കിട്ടേണ്ടത്. അപ്പോൾ മദർ എന്നുള്ളതിൽ മദറിൽ ആണ് ആദ്യം വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ 4 ആണ്. അപ്പോൾ മാമോത്തിന് ന് 4 കിട്ടി. പിന്നെ എ വരുന്നത് ഫ്ലാറ്റർ എന്നുള്ളതിലാണ്, അത് 3ാമത്തെയാണ്. അപ്പോൾ 723 ആണ് വരിക. അപ്പോൾ 4 കിട്ടി, എക്ക് 3 കിട്ടി. പിന്നെ വീണ്ടും m ആണ്. അപ്പോൾ 4 4 വരും. പിന്നെ O എന്നുള്ളത് മദർന്ന് കിട്ടും. T എന്നുള്ളത് 2ലും ഉണ്ട്. H എന്നുള്ളത് മദർ എന്നുള്ളതിലുണ്ട്. അങ്ങനെ നമ്മൾ അത് പറക്കി എഴുതുകയാണെങ്കിൽ A ആണ് ഉത്തരം വരിക. ഇനി 59 3 യൂണിറ്റ് പരീക്ഷകൾ നടത്തിയതിൽ ആദ്യത്തെ 2 പരീക്ഷകളിൽ രവിക്ക് യഥാക്രമം 70, 75 എന്നീ മാർക്കുകൾ ലഭിച്ചു. ശരാശരി 60 മാർക്ക് ലഭിക്കണമെങ്കിൽ 3ാമത്തെ യൂണിറ്റ് പരീക്ഷയിൽ രവിക്ക് ലഭിക്കേണ്ട മാർക്ക് എത്ര? അപ്പോൾ നമ്മൾ 3 യൂണിറ്റ് പരീക്ഷയാണല്ലോ. അപ്പോൾ 3ൻ്റെ ആവറേജാണ് നമ്മൾ ശരാശരി നമുക്ക് കിട്ടണം എന്ന് പറഞ്ഞത് 60 മാർക്ക്. അതായത് 70 + 75 + 3ാമത്തെ മാർക്ക് അറിയില്ല. അപ്പോൾ x/3. ശരാശരി എന്ന് പറഞ്ഞാൽ എല്ലാം കൂടെ കൂട്ടിയിട്ട് എണ്ണം കൊണ്ട് ഹരിക്കല്ലേ. അപ്പോൾ 70 + 75 + x/3 = 60. അപ്പോൾ നമ്മൾ ആ 3നെ 70 + 75 + x/3 ആ 3നെ അപ്പുറത്തേക്ക് എടുക്കുമ്പോൾ 60 × 3 180 കിട്ടും. ഇനി 70 + 75 + x = 180. അപ്പോൾ 145 + x = 180. അപ്പോൾ x = 180 - 145, അതായത് 35. ബി ആണ്. ഇനി 60ാമത്തെ 7 × 3/8 + 11 × 1/2 - 7 × 3/4 + 5 × 5/6 എത്ര? ഇവിടെ നിങ്ങൾക്ക് എളുപ്പമായിട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ 7, 11 -7 + 5 ആ പൂർണ്ണസംഖ്യകൾ നിങ്ങൾ ആദ്യം കൂട്ടുക. അപ്പോൾ 7ഉം -7ഉം അവിടെ ക്യാൻസൽ ചെയ്തു. പിന്നെ 11ഉം 5ഉം 16 കിട്ടി. അപ്പോൾ 16 വെച്ചിട്ടാണ് ഉത്തരം വരിക. പിന്നെ നിങ്ങൾ 3/8ഉം 1/2ഉം 3/4ഉം 5/6ഉം ഉള്ള അത്
4എണ്ണവും LCM കണ്ട് ചെയ്താൽ വേഗം കിട്ടും. അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഓരോന്നിനെയും വിഷമഭിന്നാക്കി ചെയ്യുമ്പോൾ കുറേ സമയം പിടിക്കും. അപ്പോൾ അതിൽ നല്ലത് പൂർണ്ണസംഖ്യകൾ നമ്മൾ ആദ്യം ചെയ്യുക. എന്നിട്ട് 3/8, 1/2, -3/4, +5/6 ഇതെല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് ഉത്തരം കിട്ടും. അതായത് 16 × 23/24. അപ്പോൾ ഇത്രയാണ് ഗണിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. ഇനി 61ാമത്തെ ഇംഗ്ലീഷാണ്. ദ ഫെമിനിൻ ഫോം ഓഫ് ബാച്ചിലർ ഈസ് സ്പിൻസ്റ്റർ, സി ആണ്. ഇനി 62, മൈ ഗ്രാൻഡ് പാരൻസ് യൂസ് ടു ഗിവ് മീ എ ലോട്ട് ഓഫ് സഗേഷ്യസ് അഡ്വൈസ്, ദ ഫോളിഷ്, ബി ആണ്. 63, കൺവേർട്ട് ദ അസർട്ടീവ് സെൻറ്റൻസ് ഇൻ ടു ഇറ്റ്സ് ഇൻട്രോഗേറ്റീവ് ഫോം, യെസ് ദേ സ്പീക്ക് ഫ്രഞ്ച്. അപ്പോൾ എ ആണ് അതിൻ്റെ ഉത്തരം, ഡു ദേ സ്പീക്ക് ഫ്രഞ്ച്. 64, fill in the blank with appropriate question tag. No one was injured in the accident. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ ടാഗ് വരിക വേർ ദേ, എ ആണ്. ഇനി 65, ട്രാവൽ വിൽ അക്വൈൻ യു വിത്ത് ന്യൂ കസ്റ്റംസ്, ഡി ആണ്. 66, ദ ബ്രിഡ്ജ് കോഴ്സ് ഗീവ്സ് ദ സ്റ്റുഡൻസ് എ ലെഗ് അപ്പ് ഇൻ ദ ഫോളോയിങ് അക്കാഡമിക് ഇയർ, ഡി ആണ്. 67, dash we are of the opinion that he is involved in the fraud, prima facie. അപ്പോൾ 3, ബി ആണ് വരിക. 68, would you like to join our drama group and ask me. അതിനെ ഇൻഡയറക്റ്റ് സ്പീച്ച് ആക്കുക. അപ്പോൾ അതിൽ ആൻഡ് ആസ്ക് മീ ഇഫ് ഐ വുഡ് ലൈക്ക് ടു ജോയിൻ ദെയർ ഡ്രാമ ഗ്രൂപ്പ്, സി ആണ് വരിക. 69, ദേ ആർ ഡെലിവറിങ് ഇറ്റ് ദിസ് ആഫ്റ്റർനൂൺ, അതിൻ്റെ പാസീവ് വോയിസ് ആക്കുക. അപ്പോൾ ഇറ്റ് ഈസ് ബീയിങ് ഡെലിവേർഡ് ദിസ് ആഫ്റ്റർനൂൺ, സി ആണ്. 70, ദ ബെഗർ വാസ് റൺ ഡൗൺ ബൈ എ കാർ എന്നാണ് പറയുക, ഡി ആണ്. 71, ശരിയായ പദനിര കണ്ടെത്തുക. ഇവിടെ തന്നിരിക്കുന്നതിൽ 3 വാക്കുകൾ തന്നിട്ടുണ്ട്. അതിൽ ശരിയായിട്ടുള്ളത് എ ആണ്, സമ്രാട്ട്, തത്വം, കഥനം. 72, താഴെ കൊടുത്തിട്ടുള്ള വാക്യങ്ങളിൽ ശരിയായത് കണ്ടെത്തുക. ഇപ്പോൾ ഒരു യോഗത്തിൽ ഇതാണ്, അതിൽ ശരിയായിട്ടുള്ളത് യോഗത്തിൽ 50ഓളം ആളുകൾ പങ്കെടുത്തു എന്നാണ് ശരിയായിട്ടുള്ളത്. ഇനി സി ആണ്. 73, ആൻഡ് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ് എന്ന വരിയുടെ ശരിയായ മലയാള വിവർത്തനം ഏത്, അതാണ് 73. അത് ശരിയായിട്ടുള്ള അർത്ഥം വിശ്രമിക്കുന്നതിന് മുമ്പ് എനിക്ക് ഏറെ ദൂരം താണ്ടുവാനുണ്ട്, ബി ആണ്. 74, ജയിക്കാൻ ആഗ്രഹിക്കുന്നയാൾ എന്ന എന്നതിൻ്റെ ഒറ്റപ്പദം വിജിഗീഷു, സി ആണ്. 75, ശരിയായ പര്യായ പദം രേഖപ്പെടുത്തിയ പദനിര കണ്ടെത്തുക. അത് രണ്ടാമത്തെയാണ്, അതായത് ഗഗനം, നഭസ്, വ്യോമം. അപ്പോൾ എ ആണ്. 76, ന്യൂനം എന്ന പദത്തിൻ്റെ വിപരീത പദം കണ്ടെത്തുക. ആധിക്യം, എ ആണ്. 77, ശക്തിമത്താവുക, കഠിനമായി വർദ്ധിക്കുക എന്നിങ്ങനെ അർത്ഥം വരുന്ന ശൈലി ഏത്, അത് ബി ആണ്, കൊടുമ്പിരി കൊള്ളുക. 78, താഴെ കൊടുത്തിട്ടുള്ള പദങ്ങളിൽ ബഹുവചനത്തെ കുറിക്കുന്ന അലിംഗവചന പ്രത്യയം ചേർന്ന രൂപം ഏത്, അധ്യാപകർ, ഡി. 79, ഉന്നമ്രം എന്ന പദം പിരിച്ചെഴുതുമ്പോൾ കിട്ടുന്ന ശരിയായ 2 പദങ്ങൾ കണ്ടെത്തുക. എ ഉത് പ്ലസ് നമ്രാണ്. 80, സമുച്ചയാർത്ഥത്തിൽ തുല്യമായ ഘടകപദങ്ങളാക്കാൻ കഴിയുന്ന പദമേത്, അത് സി ആണ്, രൂപഭാവങ്ങൾ. ഇനി 81, സ്പെഷ്യൽ ടോപ്പിക്കാണ് 81 ഇട്ടുള്ളത്. ഒരു പോലീസ് ഉദ്യോഗസ്ഥന് വാറന്റ് കൂടാതെ അറസ്റ്റ് ചെയ്തയാളെ മജിസ്ട്രേറ്റിൻ്റെ ഉത്തരവ് കൂടാതെ തടങ്കലിൽ വയ്ക്കാവുന്ന ഉയർന്ന സമയപരിധി 24 മണിക്കൂർ, എ ആണ്. 82, സാക്ഷികളായി കോടതിയിൽ വിളിപ്പിക്കാൻ സാധിക്കാത്ത വ്യക്തികളുടെ പ്രസ്താവനകൾ തെളിവായി കോടതി കണക്കാക്കുന്നത് ഏതൊക്കെ സാഹചര്യങ്ങളിലാണ്, അത് 1, 3, 4 ആണ്. അതായത് പ്രസ്താവന അത് ചെയ്യുന്ന ആളുടെ ധനപരമോ ഉടമയെന്ന നിലയിലോ ഉള്ള താല്പര്യത്തിന് എതിരാവുമ്പോൾ, പിന്നെ പ്രസ്താവന ബന്ധുത്വത്തിൻ്റെ അസ്തിത്വത്തെ സംബന്ധിച്ചതായാൽ, 4ാമത്തെ പ്രസ്താവനകൾ വാദ തടസ്സമാവുമ്പോഴെന്നുള്ളതാണ്. അപ്പോൾ ബി ആണ് അതിൻ്റെ ഉത്തരം, 1, 3, 4. ഇനി 83ാമത്തെ, ഒരു സ്വകാര്യ വ്യക്തിക്ക് നിയമപ്രകാരം മറ്റൊരാളെ അറസ്റ്റ് ചെയ്യാവുന്ന സാഹചര്യങ്ങൾ ഏതെല്ലാമാണ്, എ ആണ്, ജാമ്യം അനുവദിക്കേണ്ടതല്ലാത്തതും വാറന്റ് കൂടാതെ പോലീസിന് നേരിട്ടെടുക്കാവുന്നതുമായ ഒരു കുറ്റം സാന്നിധ്യത്തിൽ നടന്നാൽ. 84, ഇന്ത്യൻ തെളിവ് നിയമപ്രകാരം താഴെ പറയുന്നതിൽ ഏത് കുറ്റസമ്മതമാണ് സ്വീകാര്യമായത്, അത് 3, 4 ആണ്, സി ആണ്. അതായത് മജിസ്ട്രേറ്റിന് മുമ്പാകെ നടത്തുന്നത്.
പിന്നെ പോലീസ് തടങ്കലിൽ വെച്ച് നടത്തിയ കുറ്റസമ്മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും വസ്തുത കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ഇത് രണ്ടുമാണ് സ്വീകാര്യമായത്. സിയാണ്. ഇനി 85 വിചാരണ നടത്തുന്നതിൽ കോടതിക്കുള്ള അധികാരിതയെ സംബന്ധിച്ച താഴെ പറയുന്നവയിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളതിൽ 1-ാമത്തെയും 4-ാമത്തെയും ആണ് ശരിയായിട്ടുള്ളത്. അതായത് കുറ്റകൃത്യം തുടരുന്ന ഒന്നായിരിക്കുകയും ഒന്നിലധികം തദ്ദേശ പ്രദേശങ്ങളിൽ വെച്ച് തുടരുകയും ചെയ്യുന്നതാണെങ്കിൽ തദ്ദേശ പ്രദേശങ്ങളിൽ അധികാരിത ഉള്ള ഏതു കോടതിക്കും വിചാരണ ചെയ്യാം. പിന്നെ 4-ാമത്തെ, ആളെ തട്ടിക്കൊണ്ടുപോകുന്ന കുറ്റത്തിൻ്റെ വിചാരണ അയാളെ ഒളിപ്പിച്ചു വെച്ച സ്ഥലത്തെ കോടതിയിൽ നടത്താവുന്നതാണ്. അപ്പോൾ ഡി ആണ് ഉത്തരം. 86 താഴെ പറയുന്നതിൽ ഏത് അവകാശമാണ് ഒരു പൗരന് പോലീസ് സ്റ്റേഷനിൽ പ്രാപ്തമായിട്ടുള്ളത്? അത് 1, 3, 4. അതായത് ഒരു പ്രത്യേക വ്യക്തി പോലീസ് കസ്റ്റഡിയിൽ ഉണ്ടോ എന്നറിയാൻ, പിന്നെ സ്ത്രീകൾക്ക് സ്വകാര്യതയോടെ പരാതി കൊടുക്കാൻ, പിന്നെ പരാതി നൽകിയതിൻ്റെ കൈപ്പറ്റി രസീത് കിട്ടാൻ. 4. അപ്പോൾ 1, 3, 4 സി ആണ് ഉത്തരം. 87 വലിയ അളവിൽ മയക്കുമരുന്ന് കടത്തുന്നതിന് ആവർത്തിച്ച് ശിക്ഷ ലഭിച്ചിട്ടുള്ള വ്യക്തി വീണ്ടും അതേ കുറ്റം ചെയ്താൽ S31A പ്രകാരം നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് നിയമത്തിൽ അനുശാസിക്കുന്ന ശിക്ഷ വധശിക്ഷയാണ്. സി ആണ്. 88 പോലീസിൻ്റെ കൃത്യനിർവഹണത്തിന് സഹായകമാവുന്നതിനായി കമ്മ്യൂണിറ്റി സമ്പർക്ക സമിതികൾ രൂപീകരിക്കുന്നതിനെക്കുറിച്ച് ഏതു നിയമമാണ് പ്രതിപാദിക്കുന്നത്? വകുപ്പ് 64 പോലീസ് ആക്ട് എ. 89 ഒരു കളവ് ചെയ്യണമെന്ന സ്വന്തം ഇഷ്ടപ്രകാരം മനഃപൂർവ്വമായി ആർക്കെങ്കിലും മരണമുണ്ടാക്കുന്ന കുറ്റം ഏതാണ്? അത് എ കവർച്ച. 90 പോലീസ് ആക്ട് പ്രകാരം സ്പെഷ്യൽ പോലീസ് ഓഫീസറായി താൽക്കാലിക നിയമനത്തിന് പരിഗണിക്കപ്പെടാവുന്ന വ്യക്തിയുടെ പ്രായപരിധി 18 വയസ്സ് മുതൽ 60 വയസ്സ് വരെ. ബി. 91 മറ്റു വ്യക്തിയുടെ ATM കാർഡ് ഉപയോഗിച്ച് മോഷണം നടത്തുന്നത് ശിക്ഷാർഹമാക്കുന്നത് ഏത് നിയമമാണ്? വകുപ്പ് 66 ഇൻഫർമേഷൻ ടെക്നോളജി നിയമം. സി. 92 അടുത്തുള്ള വസ്തുക്കളിൽ താമസിക്കുന്ന വ്യക്തികൾക്ക് പൊതുവായ ഒരു ദോഷം തീർച്ചയായും ഉണ്ടാവും എന്ന അറിവോടും ഉദ്ദേശത്തോടും കൂടി ഒരു പ്രവൃത്തി ചെയ്യുന്നത് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ ഏതു വകുപ്പിലാണ് പെടുത്തിയിട്ടുള്ളത്? അത് വകുപ്പ് 268A. 93 മയക്കുമരുന്നിൻ്റെ ദുരുപയോഗവും കള്ളക്കടത്തും ശിക്ഷാർഹമാക്കുന്നതിന് കൊണ്ടുവന്ന പ്രത്യേക നിയമം. അതാണ് ബി നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് നിയമം എന്ന് പറയുന്നത്. 94 താഴെ പറയുന്നതിൽ വിവരസാങ്കേതിക നിയമപ്രകാരം ജീവപര്യന്തം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റം? സൈബർ ടെററിസം. ഡി ആണ്. 95 വിവരാവകാശ നിയമപ്രകാരം താഴെ പറയുന്നവയിൽ നിന്ന് ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഇതിൽ 1, 2, 4 പ്രസ്താവനകളാണ് ശരി. അപ്പോൾ ബി ആണ് ഉത്തരം. 96 വിവരാവകാശ നിയമപ്രകാരം ആവശ്യപ്പെടുന്ന വിവരം മൂന്നാമതൊരു വ്യക്തിയുടെ പക്കൽ നിന്ന് സ്വീകരിക്കേണ്ടതും ആയത് ആ വ്യക്തി രഹസ്യമായി കരുതുന്നതുമാണെങ്കിൽ അനുവർത്തിക്കേണ്ട നടപടികൾ വകുപ്പ് 11 വിവരാവകാശ നിയമം എ പ്രകാരമുള്ളതാണ്. എ ആണ്. 97 കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമം തടയുന്നതിനായി ഉണ്ടാക്കിയ പോക്സോ നിയമം നിലവിൽ വന്ന വർഷം 2012. സി ആണ്. 98 പുരുഷത്വമില്ലാതാക്കുന്ന രീതിയിൽ ഒരാളെ ദേഹോപദ്രവം ഉണ്ടാക്കുന്നത് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ ഏതു കുറ്റമാണ്? കഠിന ദേഹോപദ്രവം. ബി. 99 വിവാഹിതരായ സ്ത്രീകൾ അസ്വാഭാവിക സാഹചര്യങ്ങളിൽ മരണപ്പെടുമ്പോൾ സ്ത്രീധന മരണമായി കണക്കാക്കുന്നത് വിവാഹശേഷം എത്ര വർഷങ്ങൾക്കുള്ളിൽ സ്ത്രീധനവുമായി ബന്ധപ്പെട്ട് മരണം സംഭവിക്കുമ്പോഴാണ്? അത് 7 വർഷമാണ്. ബി ആണ്. 100 ഒരു വ്യക്തി ലൈംഗിക ഉദ്ദേശത്തോടു കൂടി ഒരു കുട്ടിയെ അശ്ലീല കാര്യത്തിനായി വശീകരിച്ചാൽ പോക്സോ നിയമപ്രകാരം ഏത് കുറ്റമായി കണക്കാക്കും? അത് എ ആണ് ലൈംഗിക പീഡനം. അപ്പോൾ ഇത്രയാണ് ഈ കഴിഞ്ഞ WCPOൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പോൾ ഇത് നിങ്ങൾ ഇപ്പോൾ പരീക്ഷ എഴുതാൻ പോണവർ ഈ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഒന്ന് നോക്കി അതിലത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി പോയാൽ നല്ലതായിരിക്കും. അതിൻ്റെ മോഡലൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം. ഓക്കെ, താങ്ക് യു.